നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. നമ്മൾ പങ്കെടുക്കുന്നത് 437 കായിക താരങ്ങളും 113 ഒഫീഷ്യൽസുമാണ്. 29 കായിക ഇനങ്ങളിലാണ് കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നത്. ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 പേരടങ്ങുന്ന ഒരു സംഘമായിരിക്കണം മാച്ച് പാർക്കിൽ പങ്കെടുക്കേണ്ടത് എന്നാണ് ഓർഗനൈസിംഗ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ജനുവരി മാസം 28 മുതൽ 14 വരെയാണ് നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്നത്. കേരളത്തിൽ നിന്ന് 437 കായിക താരങ്ങളും 113 ഒഫീഷ്യൽസുമാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ് കേരളത്തിൻ്റേത്. ഇന്നിപ്പോൾ നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എസ് രാജീവ്, അതുപോലെ തന്നെ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ എക്സ് എൻ രവീന്ദ്രൻ നായർ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചെഫ് ഡിവിഷനായ ശ്രീ ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ, അതുപോലെ തന്നെ സുഭാഷ് ജോർജ് ഡെപ്യൂട്ടി ചെഫ് ഡിവിഷൻ, മിസ്റ്റർ പ്രസന്നൻ ഡെപ്യൂട്ടി ചെഫ് ഡിവിഷൻ. ഒരാൾ വന്നിട്ടില്ല, ബിജു വർമ്മ, പുള്ളി ഔട്ട് ഓഫ് കേരളയാണ്. നമ്മൾ പങ്കെടുക്കുന്നത് 437 കായിക താരങ്ങളും 113 ഒഫീഷ്യൽസുമാണ്. 29 കായിക ഇനങ്ങളിലാണ് കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നത്. അക്വാട്ടിക്സിൽ 43 താരങ്ങളും 8 ഒഫീഷ്യൽസും അണിനിരക്കും. അതുപോലെ ആർച്ചറി, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, കനോയിങ് കയാക്കിംഗ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്സ്, ബീച്ച് ഹാൻഡ്ബോൾ, ജൂഡോ, ഖോഖോ, നെറ്റ്ബോൾ, റോവിംഗ്, റഗ്ബി, ഷൂട്ടിംഗ്, സ്ക്വാഷ്, ടേബിൾ ടെന്നീസ്, ട്രയാത്ലൺ, വോളിബോൾ, ബീച്ച് വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റസ്ലിംഗ്, വിഷു എന്നീ കായിക ഇനങ്ങളിൽ കേരളം മത്സരിക്കുന്നുണ്ട്. നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാനുള്ള കേരളത്തിലെ കായിക താരങ്ങളുടെ രജിസ്ട്രേഷൻ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽസിൻ്റെയും ഇന്നുകൊണ്ട് പൂർത്തീകരിക്കുകയാണ്. അതും കേരള ഒളിമ്പിക് അസോസിയേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സംഘം കായിക താരങ്ങൾ, ട്രയാത്തലിൻ്റെ കായിക താരങ്ങൾ ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് രാവിലെ യാത്ര പുറപ്പെട്ടു. ഇവർക്ക് ആവശ്യമായ സ്പോർട്സ് കിറ്റും അതുപോലെ തന്നെ യാത്രാ ചെലവും വഹിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് കായിക താരങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആദ്യമായി ഫ്ലൈറ്റ് ടിക്കറ്റ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമാണ്. കാര്യം ഇല്ലെങ്കിൽ ഒരു 4 ദിവസം യാത്ര ചെയ്ത് തിരിച്ചൊരു 4 ദിവസം യാത്ര വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ചും എക്സ്ട്രീം ക്ലൈമറ്റാണ് അവിടെ. അപ്പോൾ ഏറ്റവും സന്തോഷം, ഇത്തവണ ഫ്ലൈറ്റ് ടിക്കറ്റ് നൽകിയാണ് ഗവൺമെൻറ് കുട്ടികളെ അയക്കുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ വകയായ എല്ലാ കുട്ടികൾക്കും 2 ജേഴ്സിയും അതുമായി അനുബന്ധമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, നേരത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ അവർകളാണത് അനാവരണം ചെയ്തത്. അത് അദാനി ഗ്രൂപ്പാണ് ഞങ്ങൾക്കത് സ്പോൺസർ ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഞാനും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ തന്നെ 26-ാം തീയതി മുതൽ അവിടെ ഉണ്ടാകും. പിന്നെ ഇത്തവണ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുപരിയായിട്ട് നിങ്ങളുടെ കേരളത്തിലെ എല്ലാ മീഡിയയ്ക്കും തത്സമയ വിവരങ്ങൾ നിങ്ങളുടെ കുറേ ആളുകൾ എല്ലാ വർഷവും അവിടെ വരാറുണ്ട്. അതിലുപരിയായിട്ട്
ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു മീഡിയ ടീം കൂടെ ഇത്തവണ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, എല്ലാ കോർഡിനേഷനും മീഡിയയ്ക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും കഴിഞ്ഞ 2 നാഷണൽ ഗെയിംസിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തവണയും പൂർണ്ണമായി ഒരു പരാതിയില്ലാതെ ഈ വർഷവും ഞങ്ങൾ ചെയ്യും. അതിനോടൊപ്പം ഞങ്ങളുടെ ആളുകളൂടെ പങ്കെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇതിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക്, അവിടെ വരാത്ത ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ കോർഡിനേറ്ററായിട്ട് നമ്മുടെ ലൈസൺ ഓഫീസറുള്ള KS കീർത്തിയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കീർത്തിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ലേഖകർക്കെല്ലാം അറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മറ്റു വിവരങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഫെസിലിറ്റിയോ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. 2022 ഗുജറാത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ 61 സ്വർണ്ണമടക്കം 128 മെഡലുകൾ നേടി സർവീസാണ് ജേതാക്കളായിരുന്നത്. 23 സ്വർണവും 18 വെള്ളിയും 13 വെങ്കലം അടക്കം 54 മെഡലുകൾ നേടി കേരളം 6ാം സ്ഥാനത്തായിരുന്നു. 2023 ഗോവയിൽ നടന്ന ഗെയിംസിൽ 80 സ്വർണ്ണമടക്കം 228 മെഡലുകളുമായി മഹാരാഷ്ട്ര ഓവറോൾ ചാമ്പ്യന്മാരായി. 36 സ്വർണവും 24 വെള്ളിയും 27 വെങ്കലങ്ങളും 87 മെഡലുകളുമായി കേരളം 5ാം സ്ഥാനത്തായിരുന്നു. ഇക്കുറി കേരള ടീം മികച്ച പ്രകടനം നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം കഴിഞ്ഞ ഗെയിംസിൽ 19 സ്വർണ്ണമടക്കം 22 മെഡലുകൾ സമ്മാനിച്ച കളരിപ്പയറ്റ് ഇക്കുറി മത്സര ഇനമാക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതാണ് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. ബാക്കി സെക്രട്ടറി. നമ്മുടെ കേരള ടീമിൻ്റെ ബ്ലാക്ക് ബെയറായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ജീനയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീന കഴിഞ്ഞ 3-4 ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ബാസ്കറ്റ്ബോൾ പ്ലെയറാണ് കാരണം ജീനയാണ് അവിടെ മത്സരം ഇനാഗുറേഷൻ നടക്കുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ ഡെറാഡൂണിലുള്ള ടീമിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു ഫ്ലാഗ് ബെയർ എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള മത്സരങ്ങൾ, സ്വിമ്മിംഗ് ഉൾപ്പെടെയുള്ള മത്സരം നടക്കുന്നത് ഹൽദ്വാനിയിലാണ്. അത് 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 28-ാം തീയതി ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഇവർക്ക് ആർക്ക് എന്ന് വെച്ചപ്പോൾ മാത്രമല്ല ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 പേരടങ്ങുന്ന ഒരു സംഘമായിരിക്കണം മാച്ച് പാർക്കിൽ പങ്കെടുക്കേണ്ടത് എന്നാണ് ഓർഗനൈസിംഗ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലിമിറ്റഡ് നമ്പറാണ്. ആ ലിമിറ്റഡ് നമ്പറിൻ്റെ നമ്മുടെ ഫ്ലാഗ് ബെയറായിട്ട് നമ്മൾ ജീനയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ജീന ഇൻ്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ. ഈ മൊത്തം നമ്മുടെ ഈ മത്സരത്തിൽ 34ഓളം ഇൻ്റർനാഷണൽ താരങ്ങൾ കേരളത്തിൻ്റെ വിവിധ ടീമുകളിലായിട്ട് പങ്കെടുക്കുന്നു. അതിൽ അത്ലറ്റിക്സിൽ 3 ഇൻ്റർനാഷണൽ താരങ്ങളാണ് ഉള്ളത്. അതൊന്ന് ജിഷ്ണ മാത്യു ഉണ്ട്, അനു രാഘവനുണ്ട്, ഷീനയുണ്ട്. അങ്ങനെ വളരെ വെറും 34 പേരടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര 437 പേരിൽ 34 പേര് മാത്രമേ ഉള്ളൂ. പല അന്താരാഷ്ട്ര താരങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ മാറിയിരിക്കുന്നുണ്ട്. ഇപ്പം പ്രണോയ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജോർജ് ഉൾപ്പെടെയുള്ള ബാഡ്മിൻ്റൺ ഇവരാരും ഇത്തവണ പല കാരണങ്ങളാൽ മാറി നിൽക്കുകയാണ്. പ്രാക്ടീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥ പ്രശ്നമുണ്ട്. ഷട്ടിൽ ബാഡ്മിൻ്റൺ ആൾക്കാർക്ക് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ക്ലാഷ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പല അന്താരാഷ്ട്ര താരങ്ങളും ഇതിൽ മാറി നിൽക്കുന്നത് നമുക്ക് നമ്മുടെ മെഡൽ സാധ്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ വലിയൊരു വെല്ലുവിളിയായിട്ട് ഈ നാഷണൽ ഗെയിംസിൽ വരാൻ പോകുന്നത്. ബാക്കി ടീമിൻ്റെ പരിശീലനം എല്ലാം തന്നെ മിക്കവാറും എല്ലാ ടീമിൻ്റെ പരിശീലനം പല ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഈ അവർ പോകുന്ന മുറയ്ക്ക്, അതായത് ടീം പോകുന്നത് 2 ദിവസം മുമ്പ് അവിടെ എത്തണം. അതനുസരിച്ച് ക്യാമ്പുകൾ അതുവരെ തുടരാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ടീമും വിമാനത്തിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ക്യാമ്പിന് സമയം കിട്ടും, യാത്രയുടെ സമയം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ലറ്റിക്സിൻ്റെ ക്യാമ്പ് LNCPയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീന്തലിൻ്റെ ക്യാമ്പ് പെരപ്പൂട്ട് നടക്കുന്നുണ്ട്. നെറ്റ്ബോളിൻ്റെ ക്യാമ്പ് അങ്കമാലി നടക്കുന്നുണ്ട്. അതുപോലെ ആർച്ചറിയുടെ ക്യാമ്പ് വയനാട്ടിൽ നടക്കുന്നുണ്ട്. ക്യാമ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കി ഉള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം യാത്രയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് പറഞ്ഞ പോലെ അതെല്ലാം ചെയ്തിരിക്കുന്നത് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണ്. കുട്ടികളുടെ കിറ്റ് മറ്റല്ല, അവിടെയുള്ള കോർഡിനേഷൻ, അവരുടെ അക്രഡിറ്റേഷൻ, അവിടുത്തെ കുട്ടികളുടെ താമസം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ വിവിധ കമ്മിറ്റികളുമായിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ടീം അവരെല്ലാവരും 26-ാം തീയതി എടുത്തുന്നുണ്ട്. അതിൻ്റെ കോർഡിനേഷൻ മുഴുവൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ ഇവിടെ നിന്ന് പോകുന്ന ടീമുകളായിരിക്കും അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ച്
നമ്മൾ ഓൾറെഡി നമുക്കൊരു ടൈം ലൈൻ ഉണ്ടായിരുന്നു. ആ ടൈം ലൈനകത്ത് നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ക്യാമ്പിൽ ഇഞ്ചറി പറ്റിയ ആൾക്കാരുണ്ട്, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അതെല്ലാം 18-ാം തീയതി വരെ ഫെഡറേഷനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ടീമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നമ്മൾ നടത്തിക്കഴിഞ്ഞ് ഇനി കുറച്ച് 1-2 ടീമിൻ്റെ മാത്രമേ അത് നമുക്ക് ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ ഒഫീഷ്യൽസായിട്ട് ഏകദേശം മിക്കവാറും എല്ലാ ഡിസിപ്ലിനിലും 1-2 ആൾക്കാർ വെച്ച് ടെക്നിക്കൽ ഒഫീഷ്യൽസ് ഇവിടുന്ന് 4 ഡിസിപ്ലിനുകളിലെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ മലയാളികളായ ആൾക്കാരാണ്. അപ്പോൾ അവരുൾപ്പെടെയുള്ള ഒരു ടെക്നിക്കൽ ടീമും എല്ലാ ഡിസിപ്ലിനും അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ഇതൊരു നാഷണൽ നമ്മൾ വളരെ ഇപ്പോൾ കളരിപ്പയറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് മെഡൽ സാധ്യത ചില ഈവൻറ്റുകളിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫെൻസിങ്ങിലായാലും ജിംനാസ്റ്റിക്സിലായാലും ആർച്ചറി, ജൂഡോ ഈ ഇനങ്ങളിൽ നമ്മൾ കുറച്ച് മെഡലുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം അത്ലറ്റിക്സിലോ ബാക്കിയുള്ള ഈവൻറ്റിൽ മെഡൽ കുറഞ്ഞാലും റോയിങ്, കനോയിങ്, കയാക്കിങ് ഇതൊക്കെയാണ് നമുക്ക് മെഡൽ പ്രോസ്പെക്ട്സ് ഉള്ള കുറേ ഈവൻറ്റുകൾ. പക്ഷെ അതിലൊക്കെ നമുക്ക് എത്രത്തോളം സർവീസസൊക്കെ ഉള്ളതുകൊണ്ട് റോയിങ്ങിലും കനോയിങ്ങിലും നമുക്ക് അതൊരു വെല്ലുവിളിയാണ് സർവീസസ്. അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ നമുക്ക് വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പല ആൾക്കാരും പങ്കെടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കുറവുകളുണ്ട്. പക്ഷേ നേരെ മറിച്ച് ചില ഈവൻറ്റുകളിൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു നിലവാരം ഉണ്ടാവും എന്നാണ് ഇതുവരെയുള്ള ക്യാമ്പിൽ നിന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുള്ളത്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ.